ഹായ് ഫ്രണ്ട്സ്, റീസെൻ്റ്ലി ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളുടെ ഒരു ക്ലയൻറ്റിന് അയച്ചിട്ടുള്ള ഒരു നോട്ടീസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ക്ലെയിം ചെയ്തിട്ടുള്ള ITC റിവേഴ്സ് ചെയ്യണം എന്നുള്ളതാണ് വിത്തിൻ 13th November ഓഫ് ദി ഫോളോയിങ് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞിട്ടാണ് അവർ നോട്ടീസ് അയച്ചിട്ടുള്ളത്. ഇതിൻ്റെ ബ്രീഫിംഗ് നമുക്ക് നോക്കാം. സപ്ലയർ അടുത്തുനിന്ന് നമ്മളെ ക്ലയൻറ്റ് ബയറായിരുന്നു. അതെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോർമലി എൻ്റെ സിനാരിയോ വന്നത് സപ്ലയർ GSTR 1 ഫയൽ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ബയറുടെ GSTR 2B അത് റിഫ്ലക്റ്റ് ആയിട്ടുണ്ടായിരിക്കും. സോ ബയർ എന്ത് ചെയ്തിട്ടുണ്ട്, ഹി ടേക്സ് ദ ഇൻപുട്ട് ക്രെഡിറ്റ് ഇൻ GSTR 3B ഓഫ് ദാറ്റ് പീരീഡ്. ഇതുവരെ ക്ലിയർ ആയിരുന്നു. ബട്ട് ഇതിലെ പ്രശ്നം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്ലയർ എന്ത് ചെയ്തില്ല, GSTR 1 ഫയൽ ചെയ്തിട്ടുണ്ട്. ബട്ട് അയാൾ എന്ത് ചെയ്തില്ല, ആ പീരീഡിൻ്റെ GSTR 3B ഫയൽ ചെയ്തിട്ട് ആ ഗുഡ്സിൻ്റെ ടാക്സ് ഗവൺമെൻറ്റിക്ക് എന്ത് ചെയ്തിട്ടില്ല, സബ്മിറ്റ് ചെയ്തിട്ടില്ല. ആൾക്ക് 13th September വരെ, നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൻ്റെ 13th September വരെ ആൾക്ക് ടൈം ഉണ്ടായിരുന്നു സപ്ലയർക്ക്. അയാൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടും ബയർ ഇംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹി നീഡ് ടു റിവേഴ്സ് ദ ITC അവൈൽ ഡ്യൂറിങ് സച്ച് പീരീഡ്. സോ എക്സാമ്പിൾ ഫിനാൻഷ്യൽ ഇയർ 24-25 മാർച്ച് മാസം സപ്ലയർ GSTR 1 ഫയൽ ചെയ്തിട്ടുണ്ട്. മാർച്ചിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ബയർ അത് ITC ക്ലെയിം ചെയ്തിട്ടുണ്ട്. ബട്ട് സപ്ലയർ എന്ത് ചെയ്തില്ല, 13th September 2025 വരെ ആൾക്ക് ടൈം ഉണ്ടായിരുന്നു, അത് GSTR 3B ഫയൽ ചെയ്തിട്ടില്ല. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ മാർച്ചിൽ ബയർ എന്ത് ചെയ്തിട്ടുണ്ടാകും, ITC ക്ലെയിം ചെയ്തിട്ടുണ്ട്. ആ ക്ലെയിം ചെയ്ത ITC 13th November എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, റിവേഴ്സ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ബട്ട് അത് നമ്മൾ റിവേഴ്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബയർക്ക് എന്ത് ചെയ്യേണ്ടി വരും, ആ ടാക്സിൻ്റെ ഒപ്പം, അതായത് ITC എത്രയാണോ അയാൾ അവൈൽ ചെയ്തിട്ടുള്ളത് അതേ പ്ലസ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യേണ്ടി വരും, പേ ചെയ്യേണ്ടി വരും. ബട്ട് ഇത് പേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴായിരിക്കും നമുക്കത് റീക്ലെയിം ചെയ്യാൻ പറ്റുക, നമ്മൾ സപ്ലയറായിട്ട് കോൺടാക്ട് ചെയ്ത് ആ GSTR 3B ഫയൽ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ബയർക്ക് അത് GSTR 3Bയിൽ എന്ത് ചെയ്യാം, ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇത് പറയുന്നത് റൂൾ 37A CGST റൂൾസ് ആണ്. അത് പ്രകാരമാണ് നമ്മൾ ക്ലയൻറ്റിന് GST ഡിപ്പാർട്ട്മെൻറ്റ് നോട്ടീസ് അയച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ സപ്ലയേഴ്സും എല്ലാ ബയേഴ്സും വളരെയധികം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളൊരു സപ്ലൈ കാര്യത്തിന് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ GSTR 1 ഫയൽ ചെയ്യുന്നുണ്ട് ക്ലിയർ ആയിട്ട്, അതുപോലെ GSTR 3B കൂടി അവർ ഫയൽ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. എല്ലാ മാസവും ഇത് ചെക്ക് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ചിലപ്പോൾ ക്വാർട്ടർലി ഫയൽ ചെയ്യുന്നവരായിരിക്കും. സോ ക്വാർട്ടർലി എന്ത് ചെയ്യുക, ഈ ഒരു വെരിഫിക്കേഷൻ നടത്തുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക് യു.